ഹലോ ഗൈസ്, അപ്പോൾ തുടങ്ങാം. ദിസ് ഈസ് ബൊഗ്വേ ചാനൽ. ജയിലർ 2-ന് ശേഷം നെൽസൺ വീണ്ടും എത്തുകയാണ് സൂപ്പർ സ്റ്റാർ രജനീകാന്തിനൊപ്പം. അതേതാണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ നമ്മൾ ഈ റീസെൻ്റ് ആയിട്ട് അറിഞ്ഞതാണ്, തലൈവർ 173 സുന്ദർ സി ആയിരുന്നു ഡയറക്റ്റ് ചെയ്യാനിരുന്നത്. ബട്ട് എന്തോ ഒരു ഇഷ്യൂവും കാരണത്താൽ അത് മാറി സിബി ചക്രവർത്തി, അതായത് ശിവകാർത്തികേയൻ്റെ ഡോൺ ഫിലിം ഡയറക്റ്റ് ചെയ്ത സിബി ചക്രവർത്തിയാണ് ഇപ്പോൾ തലൈവറുടെ 173 സംവിധാനം ചെയ്യുന്നത്. അപ്പോൾ അത് 2027 റിലീസ് എന്നാണ് പറയുന്നത്, പൊങ്കൽ എന്ന് തോന്നുന്നു. ബട്ട് ഇപ്പോൾ ഒരു പുതിയ അപ്ഡേറ്റ് പ്രകാരം വരുന്നത്, ജയിലർ 2-ന് ശേഷവും രജനീകാന്തും നെൽസനും വീണ്ടും ഒന്നിക്കുന്നതാണ്. അങ്ങനെ ഒരു ചിത്രം വരുന്നു. ആ ചിത്രത്തിൽ നമ്മൾ ഊഹിക്കുന്ന അറിയാവുന്ന സെയിം കാസ്റ്റും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. അതിലൊരു ട്വിസ്റ്റ് ഉള്ളത്, കമലഹാസനും കൂടെ ചേരുന്നു. ഉലക നായകൻ കമലഹാസനും കൂടെ ചേർന്ന് വരുന്ന ഒരു സിനിമയായിട്ടാണ് ഇത് കണക്കാക്കുന്നത്. അതായത് തലൈവർ 174 ആൻഡ് ഉലക നായകൻ 238. കമലഹാസന്റെ 238 ചിത്രമെന്നും രജനീകാന്തിന്റെ 174 ചിത്രമെന്നും ഒരു ചിത്രത്തിലേക്ക് ഇവർ രണ്ടുപേരും എത്തുന്നതാണ് ഇതിന്റെ ഒരു സവിശേഷത. സംവിധാനം ചെയ്യുന്നത് നെൽസനാണ്. നെൽസന്റെ മ്യൂസിക് ആകുമ്പം ആരാണ് വരുന്നത് നിങ്ങൾക്ക് അറിയാലോ, റോക്ക് സ്റ്റാർ അനിരുദ്ധ് രവിചന്ദ്ര തന്നെയാണ് മ്യൂസിക് നൽകുന്നത്. ഞാൻ ഇതിൻ്റെ പ്രൊഡക്ഷനും കാര്യങ്ങളും രാജകമൽ ഫിലിംസ് ഇന്റർനാഷണൽ, അതായത് കമൽഹാസന്റെ പ്രൊഡക്ഷനും റെഡ് ജെയിൻ മൂവീസുമായിട്ടാണ് ചെയ്യുന്നതാണ് അറിയാൻ കഴിയുന്നത്. അപ്പോൾ രണ്ടുപേരും ഒന്നിക്കുന്ന ഒരു ചിത്രമാണ് വരുന്നത്. കുറേ കാലത്തിന് ശേഷം ഇവർ വീണ്ടും ഒരുമിക്കുന്ന ഒരു ചിത്രമായിട്ടാണ് ഇത് കണക്കാക്കുന്നത്. അപ്പോൾ ഇത് 173 രജനീകാന്തും കമലഹാസനും ഒരുമിച്ച് വരുന്നോ ഇല്ലയോ എന്നുള്ളതിനേക്കാളും ഈ സിനിമയിൽ എന്തായാലും ഒരുമിച്ചുണ്ടാവും എന്നാണ് അറിയുന്നത്. ഇപ്പൊ ഈ കഴിഞ്ഞ ശനിയാഴ്ച നെൽസനും അനിരുദ്ധും ചേർന്ന് ഒരു പ്രോമോ ഷൂട്ട് ചെയ്യാൻ പരിപാടികളൊക്കെ നടന്നിട്ടുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. അനിരുദ്ധും നെൽസനുമായിട്ടൊരു മേക്കപ്പ് ആർട്ടിസ്റ്റ് എന്ന റോളിലാണ് ആ പ്രോമോയിൽ വന്നിരിക്കുന്നതെന്നാണ് പറയുന്നത്. അതായത് ആ പ്രോമോ ജയിലർ 2-ന്റെ പ്രോമോ റിലീസ് ചെയ്തത് എങ്ങനെയാണോ അതൊരു ലൈറ്റ് ഹാർട്ടഡ് ആയിട്ട്, കുറച്ച് ഫണ്ണും കുറച്ച് ഹ്യൂമറും കുറച്ച് ഡാർക്കും അവസാനം കുറച്ച് മാസ്സായിട്ടുള്ള ഒരു പ്രോമോ റിലീസ് ചെയ്യാനാണ് അവർ പ്ലാൻ ചെയ്യുന്നത്. എനിക്ക് തോന്നുന്നു ആസ് സൂൺ ആസ് പോസിബിൾ തന്നെ ആ പ്രോമോ അവർ റിലീസ് ചെയ്യും. അപ്പോൾ ആ പ്രോമോയിൽ ആക്ട് ചെയ്യുന്നത് മേക്കപ്പ് ആർട്ടിസ്റ്റുകളായിട്ട് അനിരുദ്ധും നെൽസനും തന്നെയാണ്. അത് കാരണം ജയിലർ 2-ന്റെ അതിലും അവർ ആ ഒരു കോമഡി ഫൺ ഹ്യൂമറായിട്ട് അവർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലത്തെ ഒരു സെയിം സാധനം തന്നെയാണ് അവർ ഇതിലും ചെയ്യുന്നത്. ആൻഡ് അവർ രണ്ടുപേരുടെ ആ ഒരു കോമ്പിനേഷൻ കോമഡിയൊക്കെ വരുമ്പോൾ വേറെ ലെവലായിരിക്കും. നമ്മൾ തന്നെ എല്ലാ വീഡിയോസിലും കണ്ടിട്ടുള്ളതാണ്. ആൻഡ് ഈ വീഡിയോസിലും അത് നന്നായിട്ട് തന്നെ ഉണ്ടാകും. ആൻഡ് ഇതിലൊരു BGM എന്തായാലും വരും, തീർച്ചയാണ്, ഉറപ്പാണ്. ആൻഡ് ഭയങ്കര എക്സൈറ്റഡ് ആണ്, കാരണം നെൽസൺ ആണ് കൊണ്ടുവരുന്നത്. അപ്പോൾ നെൽസൺ എങ്ങനെയായിരിക്കും രജനീകാന്തിനെയും കമലഹാസനെയും ഒരു പടത്തിൽ ഒരുമിച്ച് എങ്ങനെയായിരിക്കും ആ ഒരു സ്ക്രീൻ പ്രസൻസ് ചെയ്യാന്നൊരു എക്സ്പെക്റ്റേഷനിലാണ്, എക്സൈറ്റഡ് ആണ് ഞാൻ. കാരണം ഈ സിനിമയുടെ കൂടുതൽ വിശേഷങ്ങൾ ഇനി വരും, കൂടുതൽ അപ്ഡേറ്റ്സ് ഇനി തരും. ഒരു പെട്ടെന്ന് തന്നെ ചിലപ്പോൾ ഈ ആ ഒരു സിനിമ റിലീസായി സിനിമയ്ക്ക് വേണ്ടിയിട്ടുള്ള അല്ലെങ്കിൽ ആ ഒരു പ്രോമോ റിലീസാകാൻ പോകുന്നുള്ള അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ അവർ തരും. അപ്പോൾ രാജകമൽ ഫിലിംസ് ഇന്റർനാഷണലും റെഡ് ജെയിൻ മൂവീസുമാണ് ഇതിൻ്റെ ആ പ്രൊഡക്ഷനും കാര്യങ്ങളും നോക്കുന്നത്. അപ്പോൾ രജനീകാന്ത് പയ്യെ നെൽസനെയും വച്ച് ഒരു നല്ലൊരു പടം എടുക്കാൻ വേണ്ടിയിട്ട് നെൽസനെ വീണ്ടും കൂടെ കൂട്ടിയിട്ടുണ്ട്. അപ്പോൾ ഒരു നല്ലൊരു പടം തന്നെ ആവാനാണ് സാധ്യത കൂടുതൽ. മിക്കവാറും ഗ്യാങ്സ്റ്റർ അല്ലെങ്കിൽ ഏജന്റ് പോലത്തെ പടം തന്നെ ആയിരിക്കും. പക്ഷേ നെൽസൺ അത് നന്നായിട്ട് എടുക്കുമെന്ന് തന്നെ വിശ്വസിക്കുന്നു. അനിരുദ്ധിന്റെ കത്തിക്കലും കാര്യങ്ങളൊക്കെ അതിലുണ്ടാവും. അപ്പോൾ ഈ ഷൂട്ടൊക്കെ തുടങ്ങാൻ ഇനി സമയമുണ്ട്. എന്നിരുന്നാലും ഈ പ്രോമോ അവർ റിലീസ് ചെയ്തതിന് ശേഷം ഷൂട്ട് കമൻസിങ് സൂൺ എന്നൊരു ഡേറ്റും കാര്യങ്ങളൊക്കെ ഇടുമെന്നാണ് വിശ്വസിക്കുന്നത്. മൊത്തത്തിൽ ഇപ്പൊ നെൽസൺ ജയിലർ 2-ന്റെ ആ ഒരു തിരക്കിലാണ്. ജയിലർ 2-ൽ തന്നെ ഒരുപാട് കാസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. വിജയ് സേതുപതിയൊക്കെ സ്പെഷ്യൽ അപ്പിയറൻസിൽ വരുന്നുണ്ട്. പിന്നെ മോഹൻലാലുണ്ട്, ശിവരാജ് കുമാറുണ്ട്, രജനി, പിന്നെ മലയാളത്തിൽ തന്നെ ഷൈൻ ടോം ചാക്കോ, സുരാജ് വെഞ്ഞാറമൂട്. വിനായകന് ശേഷമായിട്ട് സുരാജ് വെഞ്ഞാറമൂടാണ് വില്ലനായിട്ട് വരുന്നതെന്നാണ് കേൾക്കുന്നത്. പിന്നെ മ്യൂസിക് അനിരുദ്ധ് തന്നെയാണ്. അപ്പോൾ ഒരുപാട് മലയാളി താരങ്ങൾ ജയിലർ 2-ൽ തന്നെ ഉണ്ട്. കേരളത്തിൽ ഷൂട്ടിങ്ങും ഉണ്ടായിരുന്നു. അപ്പോൾ ഈ സിനിമ വരുന്നത് രജനീകാന്തിന്റെ 174 ചിത്രമായിട്ടും കമൽഹാസന്റെ 238 ചിത്രമായിട്ടുമാണ് വരുന്നത്. രണ്ടുപേരും മിക്കവാറും ഒരു സ്ക്രീനിൽ രണ്ടുപേരെ സ്ക്രീൻ പ്രസൻസ് ഒരുമിച്ചുള്ള ഒരു ഫേസ് ഓഫ് വേണമെങ്കിൽ നമുക്ക് കാണാൻ കഴിയുമെന്നാണ് തോന്നുന്നത്. എന്തായാലും രജനീകാന്ത്, മോഹൻലാൽ, ശിവരാജ് കുമാർ 3 പേരെ ഒരു സ്ക്രീനിൽ കൊണ്ടുവന്ന ആൾക്ക്
ഈ രണ്ടുപേരെ രജനീകാന്ത് കമൽഹാസനെ ഒറ്റ ഒരു സ്ക്രീനിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് വലിയ പാടൊന്നും കാണില്ല. ഒരു ഫേസ് ഓഫെങ്കിലും കൊണ്ടുവരാൻ എളുപ്പം തന്നെയായിരിക്കും. അതിനുള്ള സീൻസൊക്കെ ക്രിയേറ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ നെൽസൺ എന്താണ് അവർക്ക് വേണ്ടി പണി വെച്ചേക്കുന്നത് അല്ലെങ്കിൽ പണി വയ്ക്കാൻ പോകുന്നത് നമുക്ക് കണ്ടറിയാം. അതിനടുത്ത് എന്തായാലും അവിടെ പണ്ണുന്നുണ്ട്, അതിൽ വേറെ സംശയങ്ങളൊന്നുമില്ല. അപ്പോൾ തീർച്ചയായിട്ടും ആ ഒരു ഓണസ്റ്റ്ലി പറയുകയാണ്, ആ ഒരു സിനിമയെക്കാണ് ഞാൻ അവരുടെ ആ ഒരു പ്രോമോയ്ക്ക് വേണ്ടി ഭയങ്കര വെയിറ്റിംഗ് ആണ്. അവരുടെ അനിരുദ്ധും നെൽസനും തമ്മിലുള്ള ആ ഒരു ക്യൂട്ട് കോംബോ, അവരുടെ ലൈറ്റ് ഹാർട്ടഡ് കോമഡിയും കാര്യങ്ങളൊക്കെ, ഡാർക്ക് ഹ്യൂമറും കാര്യങ്ങളും കണ്ടുപോകുക. എങ്ങനെയാണ് സാധനങ്ങളൊക്കെ വരുന്നത്, എങ്ങനെയാണ് സെറ്റപ്പ് ഒക്കെ ചെയ്യുന്നതെന്ന്. നല്ലൊരു പടമായിരിക്കും മിക്കവാറും, അതിൽ സംശയങ്ങളൊന്നുമില്ല. അവർ രണ്ടുപേരെയും പിന്നെ എല്ലാം നമ്മൾ എക്സ്പെക്റ്റേഷനിൽ പറഞ്ഞിട്ട് അവസാനം അതുകൊണ്ട് ഒരുപാടൊന്നും ഞാൻ പൊക്കിയും പറയുന്നില്ല. അപ്പോൾ നോക്കാം. എന്തായാലും തലൈവർ 174 into കമൽഹാസൻ 238, directed by Nelson and music directed by Anirudh Ravichander, production by Rajkamal Films International and Red Giant Movies. അപ്പോൾ ഇതിൻ്റെ കാസ്റ്റ് ക്രൂ ഡീറ്റെയിൽസ് ഒക്കെ ഇനി വരും. ഫസ്റ്റ് ഓഫ് ഓൾ തന്നെ ആ ഒരു പ്രോമോ വരട്ടെ. പ്രോമോ കണ്ട് നമുക്ക് എന്താണ് ഏതാണെന്നൊക്കെ വിലയിരുത്താം. അപ്പോൾ ഇതുവരെയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തതുകൊണ്ട് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തോ, ഫ്രണ്ട്സുമായിട്ട് റെക്കമെൻഡ് ചെയ്തോ, ഷെയർ ചെയ്തോ. ഇനിയും നല്ല മൂവി അപ്ഡേറ്റ്സ്, റിവ്യൂസ് കാര്യങ്ങളുമായിട്ട് ഞാൻ മറക്കാതെ വരാം, റിയാക്ഷൻസുമായിട്ട് വരാം. അപ്പോൾ ബൈ ബൈ ഗൈസ്, സ്റ്റേ സേഫ്.